ഹായ് ഫ്രണ്ട്സ്, കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് അമർത്തിയേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സാണ്. അത് ഇന്നലെ ഇട്ട വീഡിയോയിൽ ഇൻഫിനിറ്റീവ്, ബെയർ ഇൻഫിനിറ്റീവ്, ജെറണ്ട് എന്നീ 3 ഭാഗങ്ങൾ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പാഠഭാഗത്തിൽ നിന്നും എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് 25 എണ്ണമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് 2-3 തവണയെങ്കിലും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇത് കൃത്യമായിട്ട് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഇതിൽ നിന്നും എന്തു തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാലും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യു ഹാഡ് ബെറ്റർ ഡാഷ്. ഓപ്ഷൻ എ, ലോക്ക്ഡ് ദ ഡോർ. ഓപ്ഷൻ ബി, ലോക്കിംഗ് ദ ഡോർ. ഓപ്ഷൻ സി, ലോക്ക് ദ ഡോർ. ഓപ്ഷൻ ഡി, ടു ലോക്ക് ദ ഡോർ. യു ഹാഡ് ബെറ്ററിന് ശേഷം എന്താണ് ആൻസർ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ലോക്ക് ദ ഡോർ. ലോക്ക് ദ ഡോർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വുഡ് യു മൈൻഡ് ഡാഷ് റീഡിംഗ് എലൗഡ്. വുഡ് യു മൈൻഡ് ഡാഷ് റീഡിംഗ് എലൗഡ്. ഓപ്ഷൻ എ, ഐ. ഓപ്ഷൻ ബി, മീ. ഓപ്ഷൻ സി, മൈ. ഓപ്ഷൻ ഡി, മൈസെൽഫ്. വുഡ് യു മൈൻഡിന് ശേഷം നമുക്ക് ഏതാണ് ഉപയോഗിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, 1. ഓപ്ഷൻ ബി, മീ. ഓപ്ഷൻ സി, മൈ. ഓപ്ഷൻ ഡി, മൈസെൽഫ്. നമ്മൾ ആൻസർ ഇവിടെ ഉപയോഗിക്കേണ്ടത് ഓപ്ഷൻ സി ആണ്. വുഡ് യു മൈൻഡ് മൈ റീഡിംഗ് എലൗഡ്. ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈവൻ ദോ ഇറ്റ് വാസ് ഹാർഡ് അറ്റ് ഫസ്റ്റ് ഐ കെയിം ഡാഷ് ദ വർക്ക് ഇൻ ദ ഫാക്ടറി. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ, ഈവൻ ദോ ഇറ്റ് വാസ് ഹാർഡ് അറ്റ് ഫസ്റ്റ് ഐ കെയിം ഡാഷ് ദ വർക്ക് ഇൻ ദ ഫാക്ടറി. ഓപ്ഷൻ എ, ടു എൻജോയ്. ഓപ്ഷൻ ബി, എൻജോയ്ഡ്. ഓപ്ഷൻ സി, എൻജോയിങ്. ഓപ്ഷൻ ഡി, എൻജോയ്സ്. ആൻസർ ഓപ്ഷൻ സി, എൻജോയിങ് ആണ്. ഓപ്ഷൻ സി, എൻജോയിങ്. അടുത്ത ക്വസ്റ്റ്യൻ, യു ഹാഡ് ബെറ്റർ ഡാഷ് ഹിയർ. യു ഹാഡ് ബെറ്റർ ഡാഷ് ഹിയർ. ഓപ്ഷൻ എ, സ്റ്റേയിങ്. ഓപ്ഷൻ ബി, ടു സ്റ്റേ. ഓപ്ഷൻ സി, സ്റ്റേയ്ഡ്. ഓപ്ഷൻ ഡി, സ്റ്റേ. ആൻസർ ഓപ്ഷൻ ഡി, സ്റ്റേ ആണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വുഡ് യു മൈൻഡ് ഡാഷ്. ഓപ്ഷൻ എ, സ്റ്റേയിങ്. ഓപ്ഷൻ ബി, ടു സ്റ്റേ. ഓപ്ഷൻ സി, സ്റ്റേയ്ഡ്. ഓപ്ഷൻ ഡി, സ്റ്റേ. വുഡ് യു മൈൻഡിന് ശേഷം ജെറന്റ് ഫോം അല്ലെങ്കിൽ ING ഫോം മാത്രമേ ചേർക്കാവൂ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ എ, സ്റ്റേയിങ്. അടുത്ത ക്വസ്റ്റ്യൻ, ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് ഫ്രം യു. ഐ ലുക്ക് ഫോർവേഡ് ടു ഡാഷ് ഫ്രം യു. ഓപ്ഷൻ എ, ഹിയർ. ഓപ്ഷൻ ബി, ഹാവ് ഹേർഡ്. ഓപ്ഷൻ സി, ഹാവ് ബീൻ ഹിയറിംഗ്. ഓപ്ഷൻ ഡി, ഹിയറിംഗ്. ആൻസർ ഹിയറിംഗ്. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. അടുത്ത ക്വസ്റ്റ്യൻ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ഐ യൂസ്ഡ് ടു ഡാഷ് വെൻ ഐ വാസ് എ ചൈൽഡ്. ഓപ്ഷൻ എ, ഡാൻസിങ്. ഓപ്ഷൻ ബി, ഡാൻസ്ഡ്. ഓപ്ഷൻ സി, ഡാൻസസ്. ഓപ്ഷൻ ഡി, ഡാൻസ്. ആൻസർ ഐ യൂസ്ഡ് ടുവിന് ശേഷം B1 ഫോം മാത്രം ഉപയോഗിച്ചാൽ മതി. ആൻസർ ഓപ്ഷൻ ഡി, ഡാൻസ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഐ ലുക്ക് ഫോർവേഡ് ഡാഷ് ഫ്രം യു. ഓപ്ഷൻ എ, ഫോർ ഹിയറിംഗ്. ഓപ്ഷൻ ബി, ഫോർ ഹിയർ. ഓപ്ഷൻ സി, ടു ഹിയറിംഗ്. ഓപ്ഷൻ ഡി, ബൈ ഹിയറിംഗ്. ആൻസർ ഓപ്ഷൻ സി, ടു ഹിയറിംഗ് ആണ്. ഐ ലുക്ക് ഫോർവേഡ് ടു ഹിയറിംഗ് ഫ്രം യു. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഹി അഡ്വൈസ്ഡ് മീ
dash the army. He advised me dash the army. Option A, joining. Option B, to join. Option C, join. Option D, to joining. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി, ടു ജോയിൻ. ഹി അഡ്വൈസ്ഡ് മീ ടു ജോയിൻ ദ ആർമി. പത്താമത്തെ ക്വസ്റ്റ്യൻ, വുഡ് യു മൈൻഡ് ഡാഷ് ദിസ് ലെറ്റർ. വുഡ് യു മൈൻഡ് ഡാഷ് ദിസ് ലെറ്റർ. ഓപ്ഷൻ എ, പോസ്റ്റ്. ഓപ്ഷൻ ബി, പോസ്റ്റ്. ഓപ്ഷൻ സി, പോസ്റ്റ്. ഓപ്ഷൻ ഡി, പോസ്റ്റിംഗ്. പത്താമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, പോസ്റ്റിംഗ്. വുഡ് യു മൈൻഡ് ശേഷം ING ഫോം, പോസ്റ്റിംഗ് ദിസ് ലെറ്റർ. 11ാമത്തെ ക്വസ്റ്റ്യൻ, യു ഡാഷ് ആസ്ക് പെർമിഷൻ. യു ഡാഷ് ആസ്ക് പെർമിഷൻ. ഓപ്ഷൻ എ, വിൽ ബെറ്റർ. ഓപ്ഷൻ ബി, വുഡ് ബെറ്റർ. ഓപ്ഷൻ സി, ഹാഡ് ബെറ്റർ. ഓപ്ഷൻ ഡി, ഹാവ് ബെറ്റർ. ആൻസർ ഓപ്ഷൻ സി, ഹാഡ് ബെറ്റർ ആണ്. യു ഹാഡ് ബെറ്റർ ആസ്ക് പെർമിഷൻ. 12ാമത്തെ ക്വസ്റ്റ്യൻ, വുഡ് യു മൈൻഡ് ഡാഷ് മീ എ പെൻ. നമുക്ക് വുഡ് യു മൈൻഡ് കണ്ടപ്പോഴേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ING ഫോം ഉപയോഗിക്കണം. ഓപ്ഷൻ എ, ലെൻഡ്. ഓപ്ഷൻ ബി, ലെൻഡിങ്. ഓപ്ഷൻ സി, ലെൻഡഡ്. ഓപ്ഷൻ ഡി, ലെൻസ്. ആൻസർ ഓപ്ഷൻ ബി, ലെൻഡിങ്. അടുത്തത് 13ാമത്തെ ക്വസ്റ്റ്യൻ, ഷീ മെയ്ഡ് മീ ഡാഷ്. ഓപ്ഷൻ എ, ടു സിറ്റ് ഡൗൺ. ഓപ്ഷൻ ബി, സിറ്റിംഗ് ഡൗൺ. ഓപ്ഷൻ സി, സിറ്റ് ഡൗൺ. ഓപ്ഷൻ ഡി, സാറ്റ് ഡൗൺ. 13ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ മെയ്ഡ്, ലെറ്റ് ഇതിവയ്ക്ക് ശേഷം ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് നമ്മൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞതാണ്. ഓപ്ഷൻ സി, സിറ്റ് ഡൗൺ. അടുത്ത ക്വസ്റ്റ്യൻ, വുഡ് യു മൈൻഡ് ഡാഷ് യുവർ പെൻ. ഓപ്ഷൻ എ, ഇൻ ലെൻഡിങ്. ഓപ്ഷൻ ബി, ലെൻഡ്. ഓപ്ഷൻ സി, ലെൻഡിങ്. ഓപ്ഷൻ ഡി, ഹാസ് ലെൻഡ്. വുഡ് യു മൈൻഡിന് ശേഷം ING ഫോം ഉപയോഗിക്കണം. ഇവിടെ 2 ING വന്നിട്ടുണ്ട് നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി. എങ്കിലും നമുക്കറിയാം ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ലെൻഡിങ്. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. യു ഹാഡ് ബെറ്റർ ഡാഷ് ടു ദ ഹോസ്പിറ്റൽ. ഓപ്ഷൻ എ, ടു ഗോ. ഓപ്ഷൻ ബി, ഗോ. ഓപ്ഷൻ സി, ഗോൺ. ഓപ്ഷൻ ഡി, വാണ്ട്. ആൻസർ ഓപ്ഷൻ ബി, ഗോ ആണ്, ഗോ. 16ാമത്തെ ക്വസ്റ്റ്യൻ, മൈ ഓണ്ട് മാർത്ത ഡാഷ് ടു സ്മോക്ക് എ ലോട്ട്. ഓപ്ഷൻ എ, ഈസ് യൂസ്ഡ്. ഓപ്ഷൻ ബി, ഹാസ് യൂസ്ഡ്. ഓപ്ഷൻ സി, യൂസ്ഡ്. ഓപ്ഷൻ ഡി, വാസ് യൂസ്ഡ്. 16ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏതായിരിക്കും? ഡാഷ് ടു എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ കൂടെ വീണ്ടും യൂസ്ഡ് എന്ന് പറയുന്നത് മാത്രം ഉപയോഗിച്ചാൽ മതി. മൈ ഓണ്ട് മാർത്ത യൂസ്ഡ് ടു സ്മോക്ക് എ ലോട്ട്. അടുത്ത ക്വസ്റ്റ്യൻ 17ാമത്തെ ക്വസ്റ്റ്യൻ, വുഡ് യു മൈൻഡ് ഡാഷ് ദ ഡോർ. ഓപ്ഷൻ എ, ഓപ്പൺ. ഓപ്ഷൻ ബി, ടു ഓപ്പൺ. ഓപ്ഷൻ സി, ഓപ്പണിംഗ്. ഓപ്ഷൻ ഡി, ടു ഓപ്പണിംഗ്. 17ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഏത് വരും? ഓപ്പണിംഗ്. വുഡ് യു മൈൻഡ് ഓപ്പണിംഗ് ദ ഡോർ. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ദ ടൈം ദ ചിൽഡ്രൻ ഡാഷ്. ഇറ്റ് ഈസ് ദ ടൈം ദ ചിൽഡ്രൻ ഡാഷ്. ഓപ്ഷൻ എ, വെന്റ് ടു ബെഡ്. ഓപ്ഷൻ ബി, ഗോ ടു ബെഡ്. ഓപ്ഷൻ സി, ഗോസ് ടു ബെഡ്. ഓപ്ഷൻ ഡി, ഗോയിങ് ടു ബെഡ്. ഇറ്റ് ഈസ് ദ ടൈം ദ ചിൽഡ്രൻ ഡാഷ്. ഓപ്ഷൻ എ, വെന്റ് ടു ബെഡ് ആണ് ആൻസർ. വെന്റ് ടു ബെഡ്. ഇറ്റ് ഈസ് ദ ടൈം ദ ചിൽഡ്രൻ വെന്റ് ടു ബെഡ്. ആ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. നമ്മൾ സാധാരണയായിട്ട് ഗോ ടു ബെഡ് എന്നൊക്കെ പറയത്തുള്ളൂ. ആൻസർ വെന്റ് ടു ബെഡ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ അവർ ചൈൽഡ്ഹുഡ് ഡേയ്സ് വി ഡാഷ് ടു ടേക്ക് ലോങ് വാക്സ്. ഓപ്ഷൻ എ, യൂസ്ഡ്. ഓപ്ഷൻ ബി, ഓട്ട്. ഓപ്ഷൻ സി, ഡെയർ. ഓപ്ഷൻ ഡി, നീഡ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, യൂസ്ഡ്. ഇൻ അവർ ചൈൽഡ്ഹുഡ് ഡേയ്സ് വി യൂസ്ഡ് ടു ടേക്ക് ലോങ് വാക്സ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, വുഡ് യു മൈൻഡ് ഡാഷ് എ ലെറ്റർ. വുഡ് യു മൈൻഡ് ഡാഷ് എ ലെറ്റർ. ഓപ്ഷൻ എ, റൈറ്റ്. ഓപ്ഷൻ ബി, റൈറ്റ്സ്. ഓപ്ഷൻ സി, റൈറ്റിംഗ്. ഓപ്ഷൻ ഡി, റോട്ട്. ആൻസർ ഓപ്ഷൻ സി, റൈറ്റിംഗ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, രാഹുൽ ഡാഷ് ടു പ്ലേ ഹോക്കി ബിഫോർ മാരീജ്. ഓപ്ഷൻ എ, യൂസ്ഡ് ടു. ഓപ്ഷൻ ബി, യൂസ്ഡ്. ഓപ്ഷൻ സി, ഈസ് യൂസ്ഡ്. ഓപ്ഷൻ ഡി, വാസ് യൂസ്ഡ്. ആൻസർ രാഹുൽ യൂസ്ഡ് ടു പ്ലേ ഹോക്കി ബിഫോർ മാരീജ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, യൂസ്ഡ്. 22ാമത്തെ ക്വസ്റ്റ്യൻ,
You had better dash the door. You had better dash the door. Option A, close. Option B, closed. Option C, closing. Option D, is closed. 22ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ യു ഹാഡ് ബെറ്ററിന് ശേഷം വേർബിന്റെ V1 ഫോം മാത്രം മതി. ഓപ്ഷൻ എ, ക്ലോസ്. 23ാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് ആർ ഫോംഡ് ബൈ യൂസിങ് ടു ബിഫോർ വേർബ് ഫേസ്. വേർബിന്റെ ഫേസ് എന്താണ്? വേർബിന് മുൻപിലായിട്ട് ടു ചേർക്കുന്ന ഇതിനെ പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ, ജെറൻഡ്. ഓപ്ഷൻ ബി, ഇൻഫിനിറ്റീവ്. ഓപ്ഷൻ സി, ആർട്ടിക്കിൾ. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദിസ്. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി, ഇൻഫിനിറ്റീവ്. അടുത്ത ക്വസ്റ്റ്യൻ 24ാമത്തെ ക്വസ്റ്റ്യൻ വുഡ് യു മൈൻഡ് ഡാഷ് ദ വിൻഡോ. ഓപ്ഷൻ എ, ക്ലോസസ്. ഓപ്ഷൻ ബി, ക്ലോസ്ഡ്. ഓപ്ഷൻ സി, ക്ലോസിംഗ്. ഓപ്ഷൻ ഡി, ഈസ് ക്ലോസ്ഡ്. ആൻസർ ഓപ്ഷൻ സി, ക്ലോസിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ വുഡ് യു മൈൻഡ് ഡാഷ് എ ബിറ്റ്. ഓപ്ഷൻ എ, മൂവിംഗ്. ഓപ്ഷൻ ബി, മൂവ്. ഓപ്ഷൻ സി, മൂവ്സ്. ഓപ്ഷൻ ഡി, മൂവ്ഡ്. ആൻസർ ഓപ്ഷൻ എ, മൂവിംഗ്. ഇത്രയും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നല്ല രീതിയിലൊരു പെർഫോമൻസ് കാഴ്ചവെക്കുക. ഇന്ന് വൈകിട്ട് തന്നെ ഗൂഗിൾ ഫോം വഴി കോപ്പറേറ്റീവ് ട്യൂട്ടറിൽ എന്താണ് ഇതിന്റെ എക്സാം കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇതുവരെയായിട്ടും ആരെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് ട്യൂട്ടറിന്റെ 4th ഗ്രൂപ്പിൽ കുറച്ച് ഒഴിവുകളുണ്ട്. നിങ്ങൾ അവിടെ ജോയിൻ ചെയ്യുക. പഠിക്കാനുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണത്. എല്ലാ ദിവസവും 25 അല്ലെങ്കിൽ 30 GK സെക്ഷൻസിന്റെ റിവിഷൻ ഇതൊക്കെ ആ ഗ്രൂപ്പിൽ സൗജന്യമായിട്ടുള്ള തരത്തിൽ തന്നെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ വരുന്ന എക്സാമിന് GKയുടെ ഭാഗത്തുനിന്ന് 10 മാർക്കും സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന തരത്തിലാണ് GK പഠിപ്പിക്കുന്നത്. എവിടുന്നെങ്കിലും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് മാത്രം അനലൈസ് ചെയ്തുകൊണ്ടൊരു GK പഠനം നടത്തിയാൽ എക്സാമിന് ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ എഴുതാൻ നിങ്ങളെ കൊണ്ട് സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് GK ഇപ്പം ജില്ലകളുടെ പ്രത്യേകതയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊല്ലം ജില്ലയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, ഇതിനകത്ത് തന്നെയും ഓരോ ഗ്രൂപ്പിനകത്ത് കയറി പറ്റിയതിനു ശേഷം ലെഫ്റ്റ് അടിച്ചു പോകുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട് പഠിക്കണം, എനിക്കൊരു ജോലി മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കോപ്പറേറ്റീവ് ട്യൂട്ടറിന്റെ 4th ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. എല്ലാ ദിവസവും GK സെക്ഷൻസ് ഇതൊക്കെ അതിനകത്ത് റിവിഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വരുന്ന കോപ്പറേറ്റീവ് എക്സാം CSEB നടത്തുന്ന എക്സാം ക്ലിയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.